ഫ്രണ്ട്സ്, കേസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കല്യാണങ്ങൾക്കെല്ലാം താരമായ ഒരു സംഭവം കേട്ടോ, ചില്ലി പോർക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കിയാലോ. അപ്പോൾ ഇവിടെ 400 ഗ്രാം മീറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ 400 ഗ്രാം മീറ്റിലേക്ക് നമ്മൾ പച്ചമുളക്, നാരങ്ങനീര്, ഗരം മസാല, സാദാ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മല്ലിപ്പൊടി, ഇത്ര സാധനങ്ങളാട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം അതുപോലെ നമ്മൾ എല്ലാ അളവുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ മസാലകളെല്ലാം നമ്മൾ മീറ്റിലോട്ട് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ. നമ്മുടെ മസാല ഇറച്ചിയിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ഗ്യാപ്പ് ഇട്ടാണ് ഇറച്ചി മസാല മാറിയിട്ട് നമ്മൾ ഇടുന്നത്. ഇപ്പം നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ നന്നായിട്ട് ഇറച്ചിയിലോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നാരങ്ങനീര് ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാം. നമുക്ക് കുക്കറിലിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ 3 വിസിൽ വരുന്ന വരെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. കുക്കറിൽ 3 വിസിൽ അടിച്ചതിന് ശേഷം നമ്മുടെ എയർ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇറച്ചിയിൽ നിന്ന് നല്ല ടേസ്റ്റി മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം തുറന്നു നിർത്തി വേവിക്കാം കേട്ടോ. നമുക്ക് ഈ വെള്ളം ഇത്തിരി വറ്റുന്ന വരെ നമുക്ക് തുറന്നെടുത്ത് വേവിക്കാം. അതിന് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. നമ്മുടെ വെള്ളം വറ്റിയിട്ട് ഇപ്പോൾ ഗ്രേവി ഇതിൽ തിക്കായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി ഇഞ്ചി നീളത്തിലരിഞ്ഞതും, പിന്നെ നമ്മുടെ ഒരു ക്യാപ്സിക്കം ചതുരത്തിൽ ഈ വീഡിയോ കാണുന്ന പോലെ അരിഞ്ഞതും, പിന്നെ നമ്മുടെ ഒരു മീഡിയം സവാളയില്ലേ അതും ഇതേപോലെ ചതുരത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും വഴറ്റിയെടുക്കാം കേട്ടോ. ഇതെല്ലാം വഴന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് പയ്യെ ഇളക്കി യോജിപ്പിക്കാം. ആ നേരം നമ്മൾ നേരത്തെ ചതുരത്തിൽ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും സവാളയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് അധികം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സോയ സോസും നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആയിട്ടോ. ഇപ്പോൾ നമ്മുടെ ചില്ലി പോർക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ടയുടെ ഒപ്പോ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പോ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിച്ചാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ വീഡിയോ അവസാനം വരെ കണ്ടുകൊണ്ട് ഞാനൊരു രഹസ്യം പറയട്ടെ. നമ്മുടെ കൊക്കക്കോളയില്ലേ അതിൻ്റെ ഒപ്പം നമ്മളൊരു ചെറിയൊരു പീസ് നാരങ്ങ ചേർത്ത് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ. ഈ രഹസ്യം കേട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ചെറിയ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ എടുത്ത് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.